മാസപ്പടി കേസിൽ വീണ വിജയൻ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ശശിധരൻ കർത്തയടക്കം 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ്. പലതും പുറത്തുവരാനുണ്ടെന്നും പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്നും മാത്യു കൊൾനാട്. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തൃശൂരിൽ മിന്നൽ ചുഴലി. സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു. ഒഴിവായത് വൻ ദുരന്തം. കണ്ണൂരും കാസർഗോഡും പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. വയനാട്ടിലെ ഷിഗല്ല വ്യാപനത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. MSC എൽസ കപ്പൽ അപകടം വരുത്തിവെച്ചതെന്ന് അന്വേഷണ റിപ്പോർട്ട്. വിഴിഞ്ഞത്ത് വെച്ചു തന്നെ കപ്പലിൽ വെള്ളം കയറിയിരുന്നുവെന്നും 5 ഡിഗ്രി ചെരിവുണ്ടായിരുന്നുവെന്നും പരാമർശം. കപ്പലിന്റെ കാലപ്പഴക്കവും അപകട കാരണമായെന്ന് DG ഷിപ്പിംഗ് സമർപ്പിച്ച റിപ്പോർട്ട്. നേതൃമാറ്റ ആവശ്യം വെട്ടി CPM സെക്രട്ടേറിയറ്റ്. പിണറായിക്കും MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കി. നിലവിലെ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് ചെല്ലാനാകില്ലെന്ന് സംസ്ഥാന സമിതി. ആവശ്യമായ തിരുത്തുവരുത്താമെന്ന് സംസ്ഥാന സെക്രട്ടറി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം മുൻ MLA KK ലതികയിലേക്ക്. ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം സബ്സിഡിയിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഇനി മുതൽ 1 വർഷം ലഭിക്കുക 9 സിലിണ്ടറുകൾക്ക് പകരം 4 എണ്ണം മാത്രം. തീരുമാനം ശരാശരി വാർഷിക ഉപയോഗം കണക്കിലെടുത്ത്. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണ നയങ്ങൾക്ക് തിരിച്ചടി. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും ആശ്വാസം. H-1B വിസ ഫീസ് വർധന റദ്ദാക്കി US കോടതി.